സുമനസ്സുകളുടെ സ്നേഹത്തണലിൽ അഭിലാഷിന് സ്വപ്നഭവനമൊരുങ്ങി. ഇടുക്കി വഴിത്തല സ്വദേശി അഭിലാഷിനും കുടുംബത്തിനും സ്നേഹം ചാരിറ്റബിൾ ഗ്രൂപ്പ് എന്ന പേരിൽ തുടങ്ങിയ വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വീട് പണിത് നൽകിയത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വീടിന്റെ താക്കോൽ ഏറ്റുവാങ്ങി വീടിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ അഭിലാഷിനും കുടുംബത്തിനും ഇത് സ്വപ്നമോ യാഥാർത്ഥ്യമോ എന്നുപോലും ഉൾക്കൊള്ളാനാകാത്ത അവസ്ഥയായിരുന്നു. സ്വന്തമായൊരു വീടെന്നത് അഭിലാഷിന് സ്വപ്നം മാത്രമായിരുന്നു. ഇതിനിടെ ക്യാൻസർ കൂടി ബാധിച്ചതോടെ ഏറെ നിരാശയിലായിരുന്നു ഇദ്ദേഹം. തന്റെ ഭാര്യയ്ക്കും കുട്ടിക്കും സുരക്ഷിതമായി അന്തിയുറങ്ങാൻ ഒരു വീടില്ലെന്ന വിഷമം അഭിലാഷ് തന്റെ സുഹൃത്തുക്കളായ ലിഗിൻ സൂര്യയോടും മനോജിനോടും പങ്കുവച്ചു. ഇവിടെ നിന്നാണ് സ്നേഹവീട് എന്ന ആശയമുണ്ടായത്. ഉടൻ തന്നെ തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാർട്ടിൻ ജോസഫിന്റെയും അഭിലാഷിന്റെയും പേരിൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങി. തുടർന്ന് സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന പേരിൽ 850ഓളം പേരുടെ വാട്സാപ്പ് ഗ്രൂപ്പും ഉണ്ടാക്കി. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമായി സുമനസ്സുകളുടെ സഹായമെത്തിയതോടെ പണികൾ ആരംഭിച്ചു. ഫേസ്ബുക്കിലൂടെ നമ്മൾ ആദ്യം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ നമ്മളെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് അതിൻ്റെ അകത്തേക്ക് ഫണ്ട് വന്നത്. ഏകദേശം 850 അംഗങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ₹1 പോലും നമ്മൾ പുറത്തു പോയി ആരോടും ചോദിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടേ ഇല്ലായിരുന്നു. തങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി വീട് നിർമ്മിച്ചു നൽകാൻ സഹായിച്ച എല്ലാവർക്കും അഭിലാഷിന്റെ കുടുംബം നന്ദി പറഞ്ഞു. എൻ്റെ ഭർത്താവിന് അസുഖമായതിനാൽ ഞങ്ങൾക്കൊരു വീട് പണി ഞങ്ങൾക്ക് തന്നെ അതെന്തായാലും നടക്കില്ല ഞങ്ങൾക്ക് അറിയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ മാർട്ടിൻ ചേട്ടനോടും ലിഗിനോടും അതല്ല മനോജ് ചേട്ടൻ ഇവരോട് പറയുകയും അവരുടെ പ്രവർത്തനം മൂലമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇന്നൊരു സ്നേഹ വീട് എന്ന രീതിയിൽ ഞങ്ങൾക്ക് പണിത് തന്നത്. അതിന് എല്ലാവരോടും ഞങ്ങൾക്ക് കടപ്പാട് ഉണ്ട്. 3 മാസം കൊണ്ട് 480 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയത്. വീട്ടുമുറ്റത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ വെച്ച് തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനി സാബു അഭിലാഷിന്റെ കുടുംബത്തിന് താക്കോൽ കൈമാറി. അമൃത ന്യൂസ്, ഇടുക്കി.